ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളി റോസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ചപ്പാത്തി ഉള്ളി റോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു അടിപൊളി കോമ്പിനേഷനും കൂടിയാണ്. അധിക സമയമൊന്നും വേണ്ട, വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഈ ഒരു ഉള്ളി റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഈ ഉള്ളി ഇവിടെ സ്ലൈസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അധികം കട്ടി കൂടാതെ വേണം സ്ലൈസ് ആക്കി എടുക്കാൻ. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായാൽ നമുക്കിതിലേക്ക് എരിവിനായിട്ട് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇതെല്ലാം ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നവരെ വേണം നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. ഇപ്പോൾ അതൊക്കെ ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിതൊന്ന് സോഫ്റ്റായി കിട്ടും. ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കാണ്ട് വേണം നമുക്കിത് വഴറ്റിയെടുക്കാൻ. ഇനി നമുക്കിത് പെട്ടെന്നൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഉള്ളിൻ്റെ ഈ ഒരു പിങ്ക് കളർ നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം നമുക്കിത് വേവിച്ചിട്ടെടുക്കാൻ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതായിരിക്കുമ്പം എരിവ് കുറവായിരിക്കും, എന്നാൽ കളറും നന്നായി കിട്ടും. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലപ്പൊടികളുടെ പച്ചചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ട് ഇതെല്ലാം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മളിപ്പോൾ ഈ ഉള്ളി റോസ്റ്റ് ചപ്പാത്തിക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ഗ്രേവി പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നന്നായിട്ട് തിക്കായി കിട്ടും. ഇപ്പോൾ നമ്മുടെ ഉള്ളി റോസ്റ്റ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ ചപ്പാത്തിക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. മസാലപ്പൊടികളും നമ്മൾ അധികം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്, താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് ചപ്പാത്തിക്ക് മാത്രമല്ല, അപ്പത്തിനാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ഇതൊരു സൂപ്പർ കോമ്പിനേഷനാണ്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, ഡിന്നറിനാണെങ്കിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ അവരെ ലഞ്ച് ബോക്സിലേക്ക് നിങ്ങൾക്കിത് കൊടുത്തയക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഈ ഒരു ഉള്ളി റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.